Jenny. ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബീഫ് സ്റ്റീക്ക്. നമ്മളൊരു യമ്മി ആയിട്ടുള്ള ഒരു സാലഡും നല്ല ഒന്നാന്തരം ഒരു മഷ്റൂം ഫ്രൈയും ഒക്കെ ചേർത്താണ് നമ്മൾ ഈ ഫുൾ ഡിന്നർ ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സ്റ്റീക്ക് കഴിക്കുന്നത് നമ്മളൊരു ഹോം മെയ്ഡ് സോസ് ചേർത്താണ്. ഈ ഒരു സോസാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ യമ്മി ടേസ്റ്റാണ് ഈ സോസും ഈ സ്റ്റീക്കും കൂടെ ചേർന്ന് കഴിക്കാൻ. നമ്മൾ പറയില്ലേ, ദോശ, സാമ്പാർ, ഇഡലി, ചമ്മന്തി, പുട്ട്, കടല എന്നൊക്കെ പറയുന്ന പോലെ ഒരു കോമ്പിനേഷനാണ് ഈ സ്റ്റീക്കും ഈ ഒരു സോസും ചേർത്ത്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ 200 ഗ്രാമിൻ്റെ ബ്രേസിംഗ് സ്റ്റീക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സിർലോൺ സ്റ്റീക്കോ അല്ലെങ്കിൽ റിബയോ ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം 3 സ്പൂൺ ബ്രൗൺ ഷുഗറും 2 സ്പൂൺ ഫിഷ് സോസും 3 സ്പൂൺ ഓയിസ്റ്റർ സോസുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഓയിസ്റ്റർ സോസും ഫിഷ് സോസും അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രൗൺ ഷുഗറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സാണ് നമ്മൾ ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആ ബീഫ് സ്റ്റീക്ക് അതിലേക്ക് ഇട്ട് നമുക്ക് 2 സൈഡും നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ പീസും നമുക്ക് ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഇതൊരു 1 മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് നമ്മുടെ യമ്മി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു സോസ് ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി പച്ചരി നമ്മൾ ഇടുകയാണ്. ആ പച്ചരി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ വറുത്തെടുത്ത പച്ചരി ഒരു മോർട്ടാർ പസിൽ ഉപയോഗിച്ച് തരി തരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഈ പൊടിച്ചെടുത്ത ഈ പച്ചരി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി അതുപോലെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതാണ്. നമുക്കൊരു 5 ചുമന്ന മുളക്. അപ്പോൾ ഈ ഒരു ചുമന്ന മുളകും ഇതുപോലൊന്ന് വറുത്ത് മോർട്ടാർ പസിലിൽ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച അരിപ്പൊടിയും 2 സ്പൂൺ ബ്രൗൺ ഷുഗറും 1 പിടി സ്പ്രിംഗ് ഒനിയനും 1 പിടി മല്ലിച്ചപ്പ് അരിഞ്ഞതും പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന മുളക് പൊടിയും പിന്നെ അരമുറി സവാളയും അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അതോടൊപ്പം എടുത്തിരിക്കുന്നത് 1 നാരങ്ങയുടെ നീരും 2 സ്പൂൺ ഫിഷ് സോസും 1 നെല്ലിക്ക വലിപ്പം പുളി പിഴിഞ്ഞതുമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അധികം വെള്ളം ചേർക്കാതെയാണ് ഈ പുളി പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മൾ ഈ പുളി പിഴിഞ്ഞതും ഫിഷ് സോസും നാരങ്ങാ നീരും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരി പൊടിച്ചു വെച്ചിരിക്കുന്നതും ബ്രൗൺ ഷുഗറും അതുപോലെ ചില്ലി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്നതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും സ്പ്രിംഗ് ഒനിയനും മല്ലിച്ചെപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്താൽ നിങ്ങളുടെ ആ ഒരു യമ്മി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സോസ് ഇവിടെ റെഡി ആകും കേട്ടോ. അപ്പം ഇത് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ബീഫ് സ്റ്റേക്കിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. അപ്പം വളരെ ഈസിയുമാണ് ഉണ്ടാക്കാൻ അല്ലേ. ഇനി നമുക്ക് സ്റ്റീക്ക് എങ്ങനെയാണെന്ന് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 പീസ് സ്റ്റേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇടുകയാണ്. അപ്പോൾ ഇത് ഞാൻ മീഡിയം റെയർ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെൽ ഡൺ ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കുക്ക് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പം ഇവിടെ മീഡിയം റെയർ ആയതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചിട്ട് അതിനെ ഒന്ന് ഫ്രൈ ആക്കി ജസ്റ്റ് നമ്മളൊരു ചെറിയ തീയിൽ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവമാണ് നമ്മുടെ മീഡിയം റെയർ സ്റ്റേക്ക്. ഇതൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം നമുക്ക്. അതിനുശേഷം കട്ട് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു 2 മഷ്റൂം ഒന്ന് അതേ ഗ്രേവിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല പിങ്കിഷ് കളറിൽ നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അവിടെ ഞാൻ നമ്മുടെ സാലഡ്സും റെഡിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ സോസ് ഈ ഒരു സ്റ്റേക്കിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഒരു സോസ് കൂട്ടി ഈ ഒരു സ്റ്റേക്ക് കഴിക്കാൻ എന്താ ടേസ്റ്റ് എന്നറിയാവോ? നിങ്ങളെല്ലാവരും ഡെഫിനറ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം.